പിയാ സുനിൽ ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം പിയാ സുനിലേക്ക് പോകാം. പിയാ സുനിലാണ് ഇന്ന് പോളിറ്റ് ബ്യൂറോ തീരുമാനങ്ങൾ അസച്ചായിട്ടല്ലെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പിൽ നയിക്കും എന്ന് എം.എ. ബേബി പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തത്. പോളിറ്റ് ബ്യൂറോ വാർത്ത പിയാ സുനിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പിയാ സുനിലിൽ നിന്ന് തന്നെ തുടങ്ങാം. പിയാ സുനിൽ, ഇക്കുറിയും പിണറായി വിജയൻ തന്നെ നയിക്കും എന്നുള്ളതാണ്. പകരക്കാരനില്ലാത്ത പിണറായിയോ? തൽക്കാലം പകരക്കാരനില്ലാത്ത പിണറായി എന്ന് തന്നെ പറയേണ്ടി വരും. കേരളം ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. കാരണം വിജയിച്ചേ മതിയാകൂ. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാലോ, ഇന്ന് ഇന്ത്യയിൽ ആകെ അധികാരത്തിലുള്ളത്, ഇടതുപക്ഷം അധികാരത്തിലുള്ളത് കേരളത്തിൽ മാത്രമാണ്. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അധികാരം നഷ്ടപ്പെട്ട ശേഷം അവിടേക്ക് തിരിച്ചു വരാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ കേരളത്തിൽ അധികാരം നിലനിർത്താൻ പിണറായിയെ പോലെ ഒരാൾ മുന്നിൽ നിന്ന് പാർട്ടിയെ നയിക്കണം, മുന്നണിയെ നയിക്കണം എന്നതാണ് CPIM പോളിറ്റ് ബ്യൂറോ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്. നമ്മൾ ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കിയാൽ, കാരണം പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി മാത്രമല്ല, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ മുഖം കൂടിയാണ്. അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നമുക്കറിയാലോ, കോൺഗ്രസിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ കോട്ട കൊത്തളങ്ങളൊക്കെ തകർത്താണ് BJP ഉത്തരേന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്നു. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് ആകെ കോൺഗ്രസ് അധികാരത്തിലുള്ള ഹിമാചൽ പ്രദേശിൽ പോലും BJP അധികാരത്തിലുണ്ടായിരുന്ന സംസ്ഥാനമാണ്. അവിടെ ഇനി വേണമെങ്കിലും BJPക്ക് വരാവുന്ന സാഹചര്യമുണ്ട്. ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ അവിടെ കർണാടകത്തിൽ BJP അധികാരത്തിലുണ്ടായിരുന്നു. അത് കോൺഗ്രസിന് ഇപ്പോൾ അധികാരം കിട്ടിയെന്നുള്ളൂ. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിലുള്ള ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിൽ ഇപ്പോൾ തുടരുകയോ അല്ലെങ്കിൽ ഇനി തിരിച്ചു വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കേരളവും അതുപോലെ തന്നെ തമിഴ്നാടുമൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്നത്. കാരണം കേരളത്തിൽ ഇപ്പോഴും BJPയെ ശക്തമായി പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPIM-ഉം ഇടതുപക്ഷവും ഒക്കെ തന്നെ. തമിഴ്നാട്ടിൽ നമുക്കറിയാം, സ്റ്റാലിനും DMK നേതാവ് സ്റ്റാലിനും സമാനമായിട്ടാണ് പശ്ചിമ ബംഗാളിലും മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ BJPക്കെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാലോ, VS അച്യുതാനന്ദന്റെ കാലത്ത് കേരളത്തിൽ മാധ്യമങ്ങളൊക്കെ വെറുക്കപ്പെട്ടവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നേതാവാണ് പിണറായി വിജയൻ. ഒരു മാധ്യമത്തിന്റെയും പിൻബലമില്ലാതെ 2 തവണ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ഒരു നേതാവ് കൂടിയാണ് പിണറായി വിജയൻ. പിണറായി വിജയന് വളരെ കൃത്യമായിട്ടറിയാം, പ്രത്യയശാസ്ത്രം കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകില്ല എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ. അതിന് ജനകീയ പദ്ധതികൾ വേണം. അപ്പോൾ ആ ജനകീയ പദ്ധതികൾ നടപ്പാക്കുക എന്നത് പിണറായി വിജയന്റെ ഒരു ലക്ഷ്യമായിരുന്നു. ആ ജനകീയ പദ്ധതികൾ നടപ്പാക്കാനാണ് പിന്നീട് പിണറായി വിജയൻ കേരളത്തിൽ മുന്നോട്ട് പോയത്. അത് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെ സാഹചര്യം ഒക്കെ പരിശോധിച്ചാൽ അറിയാം. 2021 തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു പരീക്ഷണമായിരുന്നു. അന്ന് പ്രധാനപ്പെട്ട പല നേതാക്കളെയും മാറ്റി നിർത്തി 2 ടേം വ്യവസ്ഥ കൊണ്ടുവന്നു, പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് അന്ന് തെരഞ്ഞെടുപ്പിൽ ഒരു പരീക്ഷണം നടത്തി. ഒരുപക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഒരു അധികാര തുടർച്ച CPM-ന് ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന് ഒരുപക്ഷെ CPM ഉറച്ചു പ്രതീക്ഷിച്ചിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ അന്ന് അധികാര തുടർച്ച കിട്ടി. അതിന് കോവിഡ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ കാരണമായിരുന്നു. കാരണം ഈ പ്രളയം വന്നിരുന്നു. പ്രളയത്തെ കൃത്യമായി അതിജീവിക്കാൻ അന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശക്തമായി മുന്നോട്ട് പോയി. അതിനുശേഷം ഓക്കി വന്നു, അതിനുശേഷം കോവിഡ് വന്നു, നിപ്പ പോലുള്ള പകർച്ചവ്യാധികൾ വന്നു. അതിനെ ശക്തമായി നേരിട്ടു. പിന്നെ അത്തരം ഒരു സാഹചര്യങ്ങൾ 2021 അധികാരത്തിൽ തിരിച്ചു വരാൻ പിണറായി വിജയനെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരു സംശയവുമില്ല. അപ്പോൾ ഈ സാഹചര്യങ്ങളല്ല അതേസമയം നമ്മൾ 2026 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കണം. ഒപ്പം തന്നെ കഴിഞ്ഞ 10 വർഷത്തെ വികസനം മുൻനിർത്തി മുന്നോട്ട് പോകണം. ഇടതുപക്ഷം ദേശീയ രാഷ്ട്രീയത്തിൽ നേരിടുന്ന ഒരു പ്രത്യേക വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ മറികടന്ന് മുന്നോട്ട് പോകാനുമാകണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ പിണറായി വിജയനെ പോലൊരു നേതാവ് തന്നെ മുന്നിൽ നിൽക്കണം. അതാണ് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ തീരുമാനം എന്ന് പറയുന്നത്. ഈ വികസന കാര്യങ്ങളുടെ കാര്യത്തിൽ പറയുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പിണറായി വിജയൻ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ദില്ലിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമ്പോൾ അന്ന് മോദി പിണറായി വിജയനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കേരളത്തിന് എന്തിനാണ് വികസന പദ്ധതികൾ, കേരളത്തിന് എങ്ങനെയാണ് വികസന പദ്ധതികൾ നൽകുക,
കേരളത്തിന് വികസന പദ്ധതികൾ നൽകിയാൽ അത് നടപ്പാക്കാൻ കഴിയുമോ, അവിടെ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമോ എന്നാണ് അന്ന് പിണറായി വിജയനോട് നരേന്ദ്രമോദി ചോദിച്ചത്. കാരണം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ കാര്യമായിരുന്നു. അന്ന് പിണറായി വിജയൻ മോദിക്ക് നൽകിയ ഉറപ്പ് എന്നത് ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഈ പദ്ധതി കേരളം പൂർത്തിയാക്കിയിരിക്കും എന്നതാണ്. ഡൽഹിയിൽ നിന്ന് അന്ന് വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷം പിന്നീട് ആ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വലിയ സംഘർഷമായിരുന്ന ആ ഒരു ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പിന്നീട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കിയത് വലിയ വിജയമായിരുന്നു. അതിനെ പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയമായി വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും വികസന കാര്യത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ നേതൃത്വത്തിലാണല്ലോ ഇത്രയും വിശാലമായൊരു ദേശീയപാത കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളുണ്ട്. വികസന കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യയശാസ്ത്രത്തിനപ്പുറത്ത് വികസന കാര്യത്തിൽ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുക, അതാണ് ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷത്തിൽ പിണറായി വിജയനെ കേരളത്തിൽ അടയാളപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അങ്ങനെയൊരു നേതാവ് കേരളത്തിൽ ഇടതുപക്ഷത്തെ നയിക്കണം എന്ന് CPIM തീരുമാനിക്കുകയാണ്. മറ്റൊരു കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ EMSന്റെ കാലത്ത് AKG ഉണ്ടായിരുന്നു, അതുപോലെ നായനാറിന്റെ കാലത്ത് VS ഉണ്ടായിരുന്നു, VSന്റെ കാലത്ത് പിണറായി ഉണ്ടായിരുന്നു, പിണറായിയുടെ കാലത്ത് പിന്നെ ആര്, അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന നേതാവ് ആര് എന്നൊരു വലിയ ചോദ്യമാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം അന്തരിച്ചു. ആ ഒരു വിടവ് നികത്താൻ ഇതുവരെ CPIMന് സാധിച്ചിട്ടില്ല. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MV ഗോവിന്ദനുണ്ട്, A വിജയരാഘവനുണ്ട്, ME ബേബിയുണ്ട്. ME ബേബി ജനറൽ സെക്രട്ടറിയായി മാറി. അപ്പോൾ ആ ഒരു വിടവ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പിണറായിക്ക് അപ്പുറത്തേക്കൊരു നേതാവിലേക്ക് പോകാൻ CPIMന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിണറായിയിലേക്ക് എത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ഭരണനേട്ടം ഉയർത്തിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് CPIMും ഇടതുപക്ഷവും ലക്ഷ്യം വെക്കുന്നത്. നമ്മൾക്കറിയാലോ, പശ്ചിമ ബംഗാളിൽ ഈ നേതൃമാറ്റം എന്നതൊക്കെ തന്നെ പാർട്ടിയിൽ പല കാലങ്ങളിലും ചർച്ചാ വിഷയമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ജ്യോതി ബസു 2000-ൽ ജ്യോതി ബസു രാജിവെച്ച് മാറി നിൽക്കുകയും പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ 1 വർഷം മുൻപ് ബുദ്ധദേവ് ഭട്ടാചാര്യനെ മുഖ്യമന്ത്രിയാക്കുകയും അങ്ങനെ ഒരു നേതൃമാറ്റത്തിലേക്ക് ജ്യോതി ബസു തന്നെ മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ത്രിപുരയിലും സമാനമായ സാഹചര്യത്തിലാണ് അങ്ങനെ നേതൃമാറ്റം ഉണ്ടായിട്ടാണ് മണിക് സർക്കാർ വരുന്നത്. പക്ഷേ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം തൽക്കാലം കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ പകരക്കാരനില്ലാത്തൊരു നേതാവായി തൽക്കാലം തുടരുന്നത്. പക്ഷേ നേതാക്കൾ ഇല്ലാത്തൊരു സാഹചര്യം CPIMൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപാട് നേതാക്കളുള്ള പാർട്ടി തന്നെയാണ് CPIM. അവസരങ്ങളാണല്ലോ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. യുവ നേതാക്കളായി ഒരുപാട് നേതാക്കൾ ഇപ്പോഴും ഉണ്ട്, അതല്ലാത്ത നേതാക്കളുണ്ട്. തോമസ് ഐസക് ഉണ്ട്, KK ശൈലജയെ പോലുള്ള നേതാക്കളുണ്ട്, അതുപോലെ ഒരുപാട് നേതാക്കൾ പാർട്ടിയിലുണ്ട്. അപ്പോൾ നേതാക്കൾ ഇല്ലാത്ത പ്രശ്നമല്ല, പക്ഷേ ജനകീയനായ ഒരു നേതാവ്, ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവ്, വികസനം ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ വികസനം അംഗീകരിക്കുന്നുണ്ടോ എന്ന സാഹചര്യം, ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമായി CPIM കണക്കാക്കുന്നു. ആ നിലയ്ക്കാണ് പിണറായി വിജയനെ തന്നെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ CPIM തീരുമാനിക്കുന്നത്, ആ തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ടതാണ്, വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, നിലപാടുകളുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇടതുപക്ഷം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത പാർട്ടിയായി CPIM മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇടതുപക്ഷ പാർട്ടികൾ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒലിച്ചു പോയതുപോലെയുള്ള ഒരു സാഹചര്യം ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അത് നമുക്കറിയാം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെ 3% വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് UDFും LDFും തമ്മിലുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇതുവരെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമായിരിക്കണമെന്നില്ല ഒരുപക്ഷെ ഇനി നാളെ ഉണ്ടാകാൻ പോകുന്നത്. അത് CPIMനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും വിജയിക്കുക, അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് CPIMനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ മാറ്റി നിർത്താതെ പിണറായി വിജയനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ CPIMും ഇടതുപക്ഷവും നേരിടുന്നത്. മാത്രമല്ല 2021 കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളെല്ലാം മാറ്റം വരുത്തി അതിൽ വേണമെങ്കിൽ ഇളവ് വരുത്തിക്കൊണ്ട് പ്രായപരിധിയിൽ ഇളവ് നൽകാം, അതുപോലെ തന്നെ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാം എന്നൊരു തീരുമാനത്തിലേക്ക് CPIM പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഇന്ന് ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത്
ഭൂമി ഉരുണ്ടതാണ്, എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എന്നതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം തീരുമാനം നിൽക്കുന്നതല്ല, ആ തീരുമാനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നാണ്. 2021 തീരുമാനം ഇത്തവണ മാറാം എന്ന് ജനറൽ സെക്രട്ടറി വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ വിജയസാധ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങൾക്ക് മുമ്പിൽ വിശ്വസ്തരായ നേതാക്കൾ നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് പിണറായി വിജയനെ മുന്നിൽ നിർത്തുന്നത്. അതുപോലെ തന്നെ 2021 നിന്ന് വളരെ മാറ്റങ്ങളോടെയുള്ള വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് CPIM ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ്, ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. താങ്ക് യു. Meet the editors.